Hello, good afternoon. Hello, good afternoon. Good afternoon, Miss. Good afternoon, Miss. ഓക്കെ, ബിഗ് സാറിന് ലീവാണ്. അപ്പൊ ഞാൻ സാറിന് പകരം കയറിയതാണ്. നിങ്ങൾ അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുക, അത്യാവശ്യം പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ എടുക്കാന്ന് വെച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? ടാക്സുമായി നികുതിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നികുതിയുമായി ബന്ധപ്പെട്ട ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അതിലേക്ക് നോക്കാം. നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് എടുക്കുന്നത്. അപ്പോ നികുതിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം GST ആണ് ഇപ്പൊ പുതിയ ഒരു നികുതി സമ്പ്രദായം. നമ്മുടെ ഈ കാലഘട്ടത്തില് പുതിയൊരു നികുതി സമ്പ്രദായം GST ആണ്. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാമോ? ഇത് ഇയറോ ദിവസമോ ഓർമ്മയുണ്ടോ? GST സ്റ്റാർട്ട് ചെയ്ത ഇയർ ഓർമ്മയില്ല. 2017 ജൂലൈ 1. ഓക്കെ, ഇപ്പൊ 2017 ജൂലൈ 1 മുതലാണ് നമ്മുടെ GST പ്രാബല്യത്തിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്കറിയാം. നികുതി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും എന്താ പറയുക, സംസ്ഥാന സർക്കാരിന്റെയും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് നികുതി എന്ന് പറയുന്നത്. അപ്പൊ ഈ നികുതിയില് GST എന്ന സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയിം ഉണ്ട്. അതിന്റെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വൺ നേഷൻ വൺ മാർക്കറ്റ് എന്താ പറയുക വൺ ടാക്സ് അല്ലെ. ആ ഒരു എയിമോട് കൂടിയിട്ടാണ്. അതിന്റെ അർത്ഥവാക്യം എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ചെയ്തോ, വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ഒരു നികുതി ഒരു നേഷന് ഒരേ മാർക്കറ്റ് എന്നുള്ള ഒരു അർത്ഥവാക്യത്തോട് കൂടിയിട്ടാണ് ഈ GST ഫോം ചെയ്യുന്നത്. അത് തുടങ്ങിയിരിക്കുന്നത് എന്നാണ്? 2017 ജൂലൈ 1 മുതലാണ്. ആദ്യമായിട്ട് നടപ്പാക്കിയ ലോകരാജ്യം ഏതാണെന്ന് അറിയാമോ? GST ആദ്യമായിട്ട് നടപ്പാക്കിയ ലോകരാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. എന്താണ് എന്ന് തുടങ്ങിയാണ് അത് GST നടപ്പാക്കിയെന്നത്? ഓക്കെ, ഫ്രാൻസ് ആണ്. 1954 മുതലാണ്. 1954 ഫ്രാൻസില് ഈ GST വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എന്നാ വന്നിരിക്കുന്നത്? 2017 ജൂലൈ 1 മുതൽ. അതിൽ വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന്റെ അർത്ഥവാക്യം നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യാപാരികളുടെ മുകളിൽ ചുമത്തുന്ന നികുതി, അതായത് ഓൺലൈൻ വ്യാപാരികളുടെ മേലെ ചുമത്തുന്ന ഒരു നികുതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗഫ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടാക്സ് ആണ് GIFI ടാക്സ്. ഗഫ ടാക്സ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. GST എന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ, GST എന്ന ആശയം ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താണ്? P. ചിദംബരമാണ്. P. ചിദംബരമാണ് GST എന്ന ആശയം ഇന്ത്യയില് ആദ്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന വ്യക്തി. പിന്നെ GST ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ GST ബില്ല് ആദ്യമായി അവതരിപ്പിച്ചത് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? GST എന്ന ആശയം ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അത് P. ചിദംബരമാണ്. ദെൻ GST ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. then GST നടപ്പാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് അറിയാമോ? ആദ്യത്തെ രാജ്യം നമ്മൾ ഫ്രാൻസിൽ നിന്ന് കണ്ടോ. നമ്മള് ഇന്ത്യ എന്ന് പറയുന്നത് എത്രാമത്തെ രാജ്യമാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പഠിച്ചു പോയത് തന്നെയായിരിക്കും. ഇനി 160ാമത്തെ അതായത് 160 രാജ്യമാണ് ഇന്ത്യ. GST നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന 160ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നടപ്പാക്കിയ GSTയുടെ മാതൃക എന്താണ്? ഡ്യുവൽ GST സിസ്റ്റമാണ്. അതായത് എന്താണ് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CGSTയും SGSTയും ഉൾപ്പെടുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതും കേരള ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതും കൂട്ടിയുള്ള ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ് നമ്മളുടെ GSTയിലെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. നമ്മള് എന്താണ് ഡ്യുവൽ ആസ്പെക്ട് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CGSTയും SGSTയും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സും
എന്താ പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണ് IGST വരുമ്പോഴാണ് നമ്മൾ എന്താ ഇത്തരത്തിൽ വരുന്നത്, CGST പ്ലസ് IGST, അതായത് CGST പ്ലസ് SGST എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിനുള്ളതും സംസ്ഥാന ഗവൺമെന്റിനുമുള്ള ടാക്സ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പിൾ ആണ് നമ്മളുടെ GST ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പോകുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ മതിയോ ക്ലാസ്? ഹലോ, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണേ? ആദ്യത്തെ ക്ലാസ് ആണ്, അതുകൊണ്ട് അതായത് PSCയുടെ ആദ്യത്തെ ക്ലാസ് ആണ്, സാറില്ലാതെ ലീവ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ പോയതിന് കുഴപ്പമില്ലല്ലോ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇനി നോക്കാം. ഇന്ത്യൻ നാഷണൽ എന്തോ പറഞ്ഞോളൂ, എന്തോ സംസാരിച്ചായിരുന്നോ? പറഞ്ഞോളൂ എന്തെങ്കിലും. നമുക്ക് എന്താ പറയാ, ഇന്ററാക്ഷനോട് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എനിക്ക് പഠിപ്പിക്കുമ്പോ എന്താ ഏത് രീതി ഫോളോ ചെയ്യണമെന്ന് അറിയാനും പറ്റും. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇന്ത്യയിൽ നടപ്പാക്കിയ GST മാതൃക വരെയാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇതിന് എന്താ പറയണ, ഒരേ സമയം സംസ്ഥാന സർക്കാർക്ക് നികുതി അടയ്ക്കേണ്ട മാതൃക, അതാണ് നമ്മൾ GST എന്ന് പറഞ്ഞു. അതില് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആദ്യത്തെ രാജ്യം, GSTയുടെ ആദ്യത്തെ രാജ്യം എന്ന് പറഞ്ഞു ഫ്രാൻസ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മള് 160ാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞു. ഇതേമാതിരി ഡ്യുവൽ ആസ്പെക്ട് GST ഫോളോ ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കാനഡയാണ്. നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് ആണ്. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ ടാക്സ് കൈകാര്യം ചെയ്യുന്ന IGST ആ മാതൃകയിലൂടെയും നമ്മൾ കൈകാര്യം, അതായത് രണ്ടു കൂട്ടർക്കും കൊടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ആ രീതി ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡ്യുവൽ ആസ്പെക്ട് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ കാനഡയാണ്. നമ്മൾ ആ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതിന്റെ തന്നെ രണ്ടാമത്തെ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്നാണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ രാജ്യം ബ്രസീൽ. അതൊന്നും നിങ്ങൾ വരില്ലായിരിക്കും, എനിവേ എന്ന് പറഞ്ഞു കഴിഞ്ഞുള്ളൂ. കനേഡിയയിൽ ഈ മാതൃകയിൽ ഇന്ത്യയിൽ ഡ്യുവൽ ആസ്പെക്ട് നടപ്പാക്കിപ്പെട്ടു. ഇന്ത്യയിലെ GSTയും പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുന്നത് മദ്യം, പെട്രോള്, വൈദ്യുതി, ചില അവശ്യ വസ്തുക്കളെയൊക്കെ നമ്മൾ എന്താ ഈ GST നിയമത്തിൽ നിന്ന്, GST കൊണ്ടുപോകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാം, 2016 ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. അതായത് നമുക്കറിയാം, ഒരു ബില്ല് പാസ്സാക്കി എടുക്കണമെങ്കിൽ രാജ്യസഭയിലെ, ലോകസഭയിലെ, പിന്നെ രാഷ്ട്രപതി ഒപ്പുവെക്കണം. അങ്ങനെയൊക്കെയാണ് അതൊരു ബില്ല്
കേൾക്കുന്നുണ്ട് ആർക്കേലും?
ഹലോ, ഒരു ചെറിയൊരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട്. നെറ്റ് ഇഷ്യൂ ആയിരുന്നു. നമ്മള് കണ്ടിന്യൂ ചെയ്യാലോ. ഹലോ, അപ്പൊ നമ്മള് GST കുറിച്ചാണ് പഠിച്ചു വന്നത്. നമുക്കറിയാം നേരത്തെ. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ വാറ്റ് ആയിരുന്നു അല്ലെ, മൂല്യവർദ്ധിത നികുതിയിൽ നിന്നുള്ള ആ സമ്പ്രദായ സിസ്റ്റത്തിൽ നിന്ന്. മൂല്യവർദ്ധിത നികുതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പല തട്ടുകളിൽ നിന്ന് നികുതി ഈടാക്കുന്ന അവസ്ഥ ഒഴിവാക്കി ഒറ്റ നികുതി മാത്രം ഈടാക്കുന്ന ഒരു ആശയമാണ് എന്ത് GST നടപ്പാക്കുന്നത്. അപ്പൊ വാറ്റ് ആയിരുന്നു ആദ്യത്തെ നമ്മൾക്ക് ഇതിന് മുമ്പുള്ള നികുതി സമ്പ്രദായം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പല തട്ടുകളിൽ നിന്നും, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ സംബന്ധിച്ച് വീണ്ടും അഡീഷണൽ ടാക്സുകൾ വരാൻ. ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുന്നത്? വൺ ടാക്സ്, വൺ നേഷൻ, വൺ കൺട്രി അല്ലെ, വൺ മാർക്കറ്റ്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരു രാജ്യം, ഒരേ മാർക്കറ്റ്, ഒരേ രീതി ഫോളോ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ലേബലിലേക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നികുതി സമ്പ്രദായത്തില് വരുന്നത്. അപ്പൊ ഇത് നമ്മള് എന്താ പറയുക, ആദ്യം നടപ്പാക്കിയത് ഫ്രാൻസാന്ന് കണ്ടു. പിന്നെ നമ്മള് 160ാമത്തെ രാജ്യമാണ് GST സമ്പ്രദായം നടപ്പാക്കുന്നതായിട്ട് ഇന്ത്യ. അതൊന്നോ ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് ആണ് ഫോളോ ചെയ്യുന്നത്. എന്താണ്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒന്നിച്ചു കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ടാക്സ് പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ അതായത് SGST, അതാണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. CGST എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ്. അത് രണ്ടും കൂടി മിങ്കിൾ ചെയ്യുമ്പോഴാണ് IGST ആവുന്നത്. അപ്പോ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് സർവീസ് സിസ്റ്റം, ആ രീതിയിലേക്ക് ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് ആണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അതിന്റെ കൺട്രിയെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? കാനഡയാണ് ആദ്യത്തെ കൺട്രി എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ കൺട്രി ആയിട്ട് വരുന്നു. പിന്നെ വീണ്ടും നമ്മൾ എന്തിലേക്ക് പോവാം? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ഇൻകം ആണെന്ന് പറഞ്ഞു എന്താ? നികുതി എന്നത്. കേരള സംസ്ഥാനത്തിന്റെ, അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രധാനപ്പെട്ട നികുതിയാണ് എന്ത്? ഈ തരത്തിലുള്ള ടാക്സ്. ഇതിൽ വീണ്ടും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അതായത് പ്രത്യക്ഷ നികുതിയിലും പരോക്ഷ നികുതിയിലും പെടാത്തവ ഏത്? അങ്ങോട്ടും അവര് മിങ്കിൾ ചെയ്ത് തരും അല്ലെ, ഒന്നിച്ച് ക്ലസ്റ്റർ ചെയ്ത് തരും. അപ്പൊ നമുക്ക് കൺഫ്യൂസ് ആവും, എന്താണ് പ്രത്യക്ഷ നികുതി, ഏതാണ് പരോക്ഷ നികുതി എന്ന് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളിൽ നിന്ന് തന്നെ വന്നു ഒരു ഇതിൽ നിന്ന് തന്നെ. ഇപ്പൊ നമുക്കറിയാം ഇൻകം ടാക്സ്, അതൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ അത്, അല്ലെങ്കിൽ കമ്പനി കോർപ്പറേറ്റ് ടാക്സ്, കമ്പനിയുടെ ഒരു നിശ്ചിത പോർഷൻ ടാക്സേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം എന്താണ്? ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതിയുടെ അണ്ടറിലാണ് വരുന്നത്. അതേസമയം പരോക്ഷ നികുതി എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടല്ല, അതേസമയം എന്താ പറയുക, നമ്മുടെ ഗുഡ്സ് സർവീസുകളെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഒരു മൂല്യത്തിന്റെ ഒരു വിഹിതം കൊടുക്കുന്നതാണ്. അതിനെയൊക്കെ എന്താണ്? പ്രത്യക്ഷ നികുതി എന്നല്ല നമ്മൾ ലേബൽ ചെയ്യുന്നത്, പരോക്ഷ നികുതി എന്നാണ് പറയുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങൾ. വ്യക്തിഗതമായ ആദായ നികുതി എന്താണ്? പ്രത്യക്ഷ നികുതിയാണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് നികുതി അതെന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. കെട്ടിട നികുതി അതെന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. ദെൻ ഭൂനികുതി, ദെൻ ഗിഫ്റ്റ് നികുതി, ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇപ്പൊ എന്താ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും? കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, വിനോദ നികുതി, ഇതെല്ലാം എന്താണ്? നമ്മളുടെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, പരോക്ഷ നികുതിയിലൂടെയാണ് അത് ഈടാക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു വെക്കാം. പിന്നെ നമ്മൾ ഡേറ്റിന്റെ കാര്യം പറഞ്ഞു. 2017 ജൂലൈ 1 നമ്മളുടെ ഡേറ്റ് എന്നുള്ളത് നമ്മളെടുത്ത് പറഞ്ഞു. പിന്നെ ഇതിന്റെ ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ, അതായത് 265 ആണ് നികുതികളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ പറയുന്നത്. 265 ആണ് നികുതികളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് വീണ്ടും കുറച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു ചിദംബരമാണ് ഈ ബില്ല് അവതരിപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? അരുൺ ജെയ്റ്റ്ലിയാണ് എന്താ GST ബില്ല് ഇന്ത്യൻ പാർലമെന്റ്, അത് മാറിപ്പോവാതിരിക്കുക. GST എന്ന ആശയം അവതരിപ്പിച്ചത് ആരായിരുന്നു? P ചിദംബരം പാർലമെന്റില്. അതേസമയം GST ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. പിന്നെ എന്താ പറയുന്നത്? ഇന്ത്യയിൽ നടപ്പാക്കിയ GST ഡ്യുവൽ ആസ്പെക്ട് ആണ്, ഒന്നുകൂടി ഓർത്ത് വെച്ചേക്കാം.
വീണ്ടും നമ്മൾ ഇത്രയല്ലേ പറഞ്ഞു പോയുള്ളൂ. പിന്നെ വീണ്ടും പറയുന്നു GST ബില്ല് രാജ്യസഭ പാസ്സാക്കി. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി 2000 പറഞ്ഞു ഈ ഇതിന്റെ ഡേറ്റുകളെല്ലാം ഓർത്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറെ ഡേറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും. GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബില്ല് പാസ്സാക്കണേ രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയൊക്കെ ഒപ്പുവെക്കണം. അപ്പൊ അതിലെ ആ ഇതികളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2016 ആഗസ്റ്റ് 3-ാം തീയതിയാണ്. 2016 ആഗസ്റ്റ് 3-ാം തീയതിയാണ് രാജ്യസഭയില് GST ബില്ല് പാസ്സാക്കിയത്. GST ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയത് എന്നാണ് ചോദിക്കുമ്പോൾ 2016 ആഗസ്റ്റ് 8-ാം തീയതിയാണ്. അപ്പൊ ആഗസ്റ്റ് 3-ാം തീയതി എന്താണ് രാജ്യസഭയാണ്. ലോകസഭ എന്ന പാസ്സാക്കിയത് ഓഗസ്റ്റ് 8-ാം തീയതി. ഇയർ എന്താണ് 2016. GST ബില്ല് പ്രസിഡന്റിൽ ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 8-ാം തീയതിയാണ്. 2016 സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. രാജ്യസഭ പാസ്സാക്കിയത് 2016 ആഗസ്റ്റ് 3, 2016 ആഗസ്റ്റ് 8-നാണ് ലോകസഭയില് ഇത് പാസ്സായത്. തന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. അപ്പൊ ഈ 4 ഡേറ്റും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം ഇതെല്ലാം എന്താ പറയുക കൺഫ്യൂസ്ഡ്, നമുക്ക് അങ്ങനെ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഞാൻ ഇന്ത്യയിൽ GST പാസ്സാക്കണമെങ്കിൽ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു. നമുക്കറിയാം കുറച്ച് വോട്ട് അല്ലെ, നമുക്കൊരു 1/3 ഭാഗം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തില് ഇത്രയും ഒരു എന്താ പറയുക 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടായാൽ GST ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അങ്ങനെ വരുമ്പോൾ GST ബില്ലിൽ ആദ്യമായി അംഗീകരിച്ച ഒരു സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതെന്താ അസമാണ്. ശ്രദ്ധിക്കുക, 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമായിരുന്നു GST ബില്ല് സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബീഹാറാണ്. 8ാമത് ഡൽഹി, 16ാമത് ഒഡീഷ. അങ്ങനെ 3-4 ഇതിന്റെ കാര്യം ഞാൻ നോട്ട് ചെയ്ത് പറയുകയാണ്. 2ാമത് ബീഹാറാണ്. 8ാമത് ഡൽഹി എന്നൊക്കെ ചോദിക്കുമ്പോൾ കേന്ദ്രമാണല്ലോ, നമ്മുടെ സെൻട്രലാണല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ എടുക്കുമ്പോൾ അത് 8ാം സ്ഥാനത്താണ് അതിൽ ഒപ്പുവെക്കുന്നത്. 16ാമതാണ് ഒഡീഷ എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ നിലവിലെ 16 സംസ്ഥാനങ്ങൾ പാസ്സാക്കിയാൽ മാത്രമേ ബില്ല് സാങ്ഷൻ ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പൊ അതില് 16-ല് ഒരു 3-4 പേര് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഫസ്റ്റ് സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ അസം, 2ാമത് ബീഹാർ, 8ാമത് ഡൽഹി, 16ാമത് ഒഡീഷയായിരുന്നു. അതായത് ലാസ്റ്റ് പ്ലേസ് എന്ന് നോക്കുമ്പോൾ ഒഡീഷ, ഫസ്റ്റ് പ്ലേസ് എന്ന് നോക്കുമ്പോൾ അസം, പിന്നെ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ ആയതുകൊണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 8ാമതാണ്. 2ാമത് ബീഹാറാണ്. പിന്നെ ഇതിൽ പറയുന്നത് 122ാം ഭേദഗതി ബില്ലുകളായി ഇന്ത്യൻ പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചത് ഏത് ബില്ല് എന്ന് ചോദിക്കുമ്പോൾ ഏത് ഭേദഗതി നമുക്കറിയാം അമെന്റ്മെന്റ് വഴിയാണ് അല്ലെ. വാറ്റ് ആണ് നിലവില് നമ്മുടെ സിസ്റ്റമായിരുന്നു. ടാക്സിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് വാറ്റ് ആയിരുന്നു. അപ്പൊ അത് ഭേദഗതി ചെയ്യണം അല്ലെ, അമെന്റ്മെന്റ് വരുത്തേണ്ടതുണ്ട്. അപ്പോ ഈ അമെന്റ്മെന്റ് വരുത്തിയ അതെന്ന് പറയുന്നത് എന്താണ് 122ാം ഭേദഗതി ബില്ലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചത്. 101 ഭേദഗതികളായിട്ടാണ് ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 101 ഭേദഗതികളായിട്ടാണ് ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടോ? ഇത് എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? എന്നെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ടൈം വേസ്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം PSC എന്ന് പറയുന്നത് വളരെ നിർണായക സമയമാണ്. എപ്പോഴും നമുക്ക് വാല്യൂ ഉള്ള ടൈമാണ്. അപ്പൊ നിങ്ങളിപ്പോ GST കിട്ടിയവരാണെങ്കിൽ എനിക്ക് തോന്നണോ GST നിങ്ങൾ കിട്ടിയ കുട്ടികളാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേറെ ഞാൻ അങ്ങനെ പറയാറ്. കാരണം PSCക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വിലപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും സ്മാർട്ടായിട്ട് ഇരിക്കുക, നല്ല എയിമോട് കൂടി ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ചെയ്തിരിക്കുക. ഞാനും PSCയിലൊക്കെ കുറച്ച് നാൾ ഇത് ചെയ്തതാണ്, കുറച്ച് ലിസ്റ്റിലൊക്കെ വന്നതാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമ്മൾ കോൺഫിഡൻസോടുകൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. മറ്റുള്ളവർ ഒരുപാട് ഇത് ചെയ്തെന്നല്ല, നമ്മൾ എത്രത്തോളം എയിം ചെയ്യണം. ഇനി ഇത് കിട്ടിയതാണെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളെ ടോപ്പിക്ക് നോക്കണം. അതുകൊണ്ട് ഞാൻ GST നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. അപ്പോ എന്താ പറയണേ, ഇനി ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെ വേറൊരു മോഡലിലാണ് ചിലപ്പോൾ ക്വസ്റ്റ്യനിലെ വരാറ്. അതായത് ഈ ഒക്ട്രോയ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾക്കതൊന്നും മനസ്സിലാവില്ല. ആ പദങ്ങളൊന്നും ചിലപ്പോൾ അതിലേക്ക് മൈൻഡിലേക്ക് വരില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഇതുകൾ കൊണ്ട് മീൻ ചെയ്ത് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോര്.
നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ഒരു നികുതിയാണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. നഗരങ്ങളിൽ നമുക്കറിയാം സാധനങ്ങളെല്ലാം വിൽപ്പനയൊക്കെ നടത്തണമെങ്കിൽ എന്താ ചില ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് കൊണ്ടുവന്ന് എന്താ പറയാ പട്ടണങ്ങളിൽ ഇറക്കുമതി ചെയ്തിട്ടാണ് അവ വിൽപ്പന നടത്തുന്നത്. അപ്പൊ നഗരങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു ടാക്സേഷൻ എന്ന് പറയുന്നതാണ് ഇത് ഒക്ട്രോയ് എന്ന് പറയുന്നത്. പിന്നെ കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. കസ്റ്റംസ് നികുതി എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതി. അപ്പൊ ഒക്ട്രോയ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. നഗരങ്ങളിലേക്ക് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്? കസ്റ്റംസ് നികുതിയാണ്. പിന്നെ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങളിൽ അധികമായി എന്താ പറയുക ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. പ്രത്യേക ആവശ്യങ്ങളിൽ നമുക്കറിയാം പ്രളയമൊക്കെ വന്ന സമയത്ത് എന്താണ് പ്രളയബാധിത പ്രദേശങ്ങൾക്ക് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രളയ സെസ് എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേകമായ സമയങ്ങളിൽ പ്രത്യേക അന്തരീക്ഷത്തിലൊക്കെ നടത്തുന്ന ഒരു നികുതി സമ്പ്രദായമാണ് സെസ് എന്ന് പറയുന്നത്. ഒക്ട്രോയ് എന്താന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കസ്റ്റംസ് എന്താന്ന് മനസ്സിലാക്കി. പിന്നെ ഇതിലെ ലാസ്റ്റ് പറയുന്നത് പ്രളയ സെസ്. നികുതികൾക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. നികുതികൾക്ക് മേല് ചുമത്തുന്ന അധിക നികുതി. നമ്മളിപ്പോ ഒരു നികുതി ഇത്രയും പെർസെന്റേജ് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്, പക്ഷെ അഡീഷണൽ ടാക്സും കൂടി എന്ന് പറഞ്ഞുള്ള ആ ഒരു നികുതി ചുമത്തുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർചാർജ് എന്ന് പറയുന്നത്. രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് തീരുവ. രാജ്യത്തിന് അകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നതാണ് എക്സൈസ് നികുതി. നമ്മൾ കാണുമ്പോ ഇത്തരം വേദികളൊക്കെ കാണുമ്പോൾ ഏതൊക്കെ ഡ്യൂട്ടി ഇത് നികുതിയാണെന്ന് നമുക്ക് പെട്ടെന്ന് ലേബൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് നിലവിൽ എന്താ പറയുക കമ്പനികളുടെ അറ്റ വരുമാനത്തിൽ നിന്ന് അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. അത് കമ്പനികളുടെ വരുമാനമുണ്ടല്ലോ, ഒരു നിശ്ചിത പ്രോഫിറ്റ് നികുതി എന്ന ടാക്സേഷനിൽ വരും. അപ്പൊ അതിനെ ചുമത്തുന്ന നികുതിയാണ് എന്താ? കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി മാർഗമാണ് എന്ത്? കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പനികളൊക്കെ ഇത്ര പെർസെന്റേജ് എന്താണ് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അതെല്ലാം എന്താണ്? കോർപ്പറേറ്റ് നികുതിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതില് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് പേപ്പർ ടാക്സ്. നിങ്ങൾ എന്താണ് പേപ്പർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാതെ കഴിയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം. സ്വത്ത് നികുതി, പരോക്ഷ നികുതി, സ്ഥാവരവസ്തു നികുതി ഇതെല്ലാം തുടങ്ങിയ പ്രത്യക്ഷ നികുതികളിൽ ചുരുങ്ങിയ വരുമാനം മാത്രമേ ഗവൺമെന്റിന് ലഭിക്കുകയുള്ളൂ. അതിനാൽ ഇവിടെ കടലാസ് നികുതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പേപ്പർ ടാക്സ് എന്ന് പറയുന്നത്. കുറച്ച് ശതമാനം മാത്രമേ കിട്ടുള്ളൂ അല്ലെ. കുറെ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര പെർസെന്റേജ് മാത്രമേ എന്താ ഗവൺമെന്റിന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് കടലാസ് നികുതി. ശരിക്കും ഇത് എസ്റ്റേറ്റ് നികുതി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിലവിലില്ല. പക്ഷെ അതും ഈ നികുതിയുടെ ആംഗിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പേപ്പർ ടാക്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. പിന്നെ ഡ്യുവൽ ആസ്പെക്ട് ഞാൻ പറഞ്ഞ് GST കുറിച്ച് പറഞ്ഞു നിർത്തിയപ്പോ ഡ്യുവൽ ആസ്പെക്ട് വരെയാണ് നമ്മൾ പറഞ്ഞത്. അതില് നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ CGST അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. IGST എന്ന് പറയുന്ന അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതേമാതിരി തന്നെ പകുതി ഇപ്പൊ ഒരു 12% ടാക്സ് ഉണ്ട് എങ്കിൽ അതിന്റെ 6% സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ബാക്കി 6% സെൻട്രൽ ഗവൺമെന്റിലേക്കും അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് എന്താ പറയുക ഡ്യുവൽ ആസ്പെക്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടോട്ടൽ എമൗണ്ടിന്റെ പകുതി ശതമാനം എന്താ പറയുക സംസ്ഥാനങ്ങളിലേക്കും, അതായത് ചിലപ്പോ ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണത് വേറൊരു സ്റ്റേറ്റിലാണ്, അതിന്റെ വിൽപ്പന നടത്തുന്നത് വേറൊരു സ്റ്റേറ്റിലാണെങ്കിൽ അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റിലേക്കും മറ്റ് ശരിക്കും ആ വിൽപ്പന നടത്തുന്ന ഇതിലേക്കും പോകണം. വിൽപ്പന നടത്തുന്നത് നമ്മുടെ സ്റ്റേറ്റിലാണോ കേരളത്തിലാണ് എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഒരു പകുതി % കൊടുക്കണം. then കേന്ദ്രത്തിന് എന്ത് ചെയ്യണം? പകുതി % കൊടുക്കണം. കാരണം അങ്ങനെയാണ് ആ ടാക്സ് കൈകാര്യം ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും മൊത്തം വിഹിതം പകുതിയാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ടാക്സ് ഈടാക്കുന്നത് മനസ്സിലാക്കുക. പിന്നെ വീണ്ടും എന്താ പറയുക പെട്രോളിയം ഉൽപ്പന്നങ്ങളില് അതേമാതിരി തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. മദ്യത്തിന്മേലും വാറ്റ് ചുമത്തുന്നത് തുടരാനായിട്ട് സംസ്ഥാന ഗവൺമെന്റുകളെ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിന്റെ സ്ലാബുകൾ കുറച്ച് എന്താ പറയുക 5-6 സ്ലാബുകളൊക്കെ ഉണ്ടായിരുന്നു. എത്ര % ഉണ്ടായിരുന്നു?
ഒരു 2, 4, 6 ടൈം ആയിട്ടാണ് ഇതിന്റെ ഒരു GST ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ 0% ഉണ്ടായി, 3% ഉണ്ടായി, 5% ഉണ്ടായി, 12% ഉണ്ടായി, 18% ഉണ്ടായി, 28% ഉണ്ട്. അപ്പൊ നിലവിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ 4 സ്ലാബേ ഉള്ളൂ. എന്താണ് 5%, 12%, 18%, 28%. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇതിനെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അറിയില്ല. അപ്പൊ എന്താണ് ഒഴിവാക്കപ്പെട്ട സ്ലാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0%, 3%. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കാം. 5%, 12%, 18%, 28% എന്നുള്ളത് എന്താണ് ഇപ്പൊ നിലവിലുള്ളതാണ്. 4 സ്ലാബുകളാണ് ഉള്ളത്. 0%, 3% എന്ത് ഒഴിവാക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, സെൻട്രൽ ബോർഡിന്റെ എക്സൈസും കസ്റ്റംസും ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രൊജക്ട് സെയിൽസ് സ്കീം എന്ന് പറയുന്നത്. അത് GSTക്ക് മറ്റു നികുതി സേവനങ്ങളും മികവുറ്റ രീതിയിൽ നടപ്പാക്കുന്നതിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രൊജക്ട് സെയിൽസ് സാക്ഷ എന്ന് പറയുന്ന പദ്ധതി. അതൊന്ന് ജസ്റ്റ് ഒരു പോയിന്റ് കിട്ടി നോട്ട് ചെയ്തേ ഉള്ളൂ. എന്താണ് GST മറ്റു നികുതി സേവനങ്ങള് മികവുറ്റ രീതിയിൽ നടപ്പാക്കുന്നതിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസും ആൻഡ് കസ്റ്റംസും ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രൊജക്ട് സെയിൽസ് സാക്ഷ എന്നുള്ള പദ്ധതി. പിന്നെ നമ്മള് കണ്ടു എന്താണ് സാധാരണയായിട്ട് എന്താ GSTയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ്. കുറച്ച് ആർട്ടിക്കിൾസ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് എടുത്തുകൊണ്ട് പോവാതിരുന്നത് നിങ്ങൾ കേട്ടപ്പോ കുറച്ച് ആർട്ടിക്കിൾസ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ആർട്ടിക്കിൾസിലേക്ക് വരുന്നത്. അതായത് 240 നമുക്കറിയാം അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 246A എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കുലർക്ക് GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മാണം നടപ്പിലാക്കാനും അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ്. എന്താണ് 246A. 246A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മാണവും നടപ്പിലാക്കാനുമുള്ള അനുമതി നൽകുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിളിനെ കുറിച്ചായിട്ട് ഞാൻ വീണ്ടും വരികയാണ്. 246A. ഇനി 269A എന്ന ആർട്ടിക്കിൾ നോക്കാം. അതിലെന്താണ് ഇന്റഗ്രേറ്റഡ് GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് IGST എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യുവൽ ആസ്പെക്ട് ആണ്. അത് ആ ഇന്റഗ്രേറ്റഡ് GSTയെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത് 269A. കയറ്റുമതി ഇറക്കുമതി വസ്തുക്കളുടെ മുകളിൽ ചുമത്തുന്ന GST ആണ് IGST. എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തർ പ്രൊഡക്ഷനും ചിലപ്പോൾ മറ്റൊരാൾക്ക് വിൽപ്പനയൊക്കെ നടക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ കയറ്റുമതി ഇറക്കുമതി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തപ്പെടുന്ന GST ആണത്. IGSTയുടെ പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാണ്. അതിന്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാണെന്ന് പറയുന്നു. അതായത് 269A എന്ന ആർട്ടിക്കിളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, GSTയുമായി കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കയറ്റുമതി ഇറക്കുമതി വസ്തുക്കളുടെ മുകളിൽ ചുമത്തപ്പെടുന്ന GST ആണ് ഇതിൽ വിവരിക്കുന്നത്. അതിന്റെ പൂർണ്ണ അധികാരം ആർക്കാന്നാ പറയുന്നത്? കേന്ദ്ര സർക്കാരിനാണ് അധികാരം എന്ന് പ്രത്യേകം പറയുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 279A. 279A എന്താ പറയുന്നത്? GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമുക്കറിയാം ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, GST കൗൺസിൽ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ GST കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ 279A. അപ്പൊ നമ്മൾ 3 ആർട്ടിക്കിളാണ് ഇപ്പൊ പറഞ്ഞത്. 246A, 269A, 279A. 246 എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ GSTയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപ്പാക്കലും ഒക്കെയാണ് പ്രതിപാദിക്കുന്നത്. 269A എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കാം IGST. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പ്രധാനപ്പെട്ട അധികാരം ആർക്കാണ്? അത് കേന്ദ്രത്തിനാണെന്ന് ഓർത്തു വെക്കാം. 279A എന്ന് പറയുന്നത് GST കൗൺസിലിനെ കുറിച്ചാണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിൽ നിലവിലുള്ള GSTയുടെ മാതൃക എന്ന് പറയുന്നത് സെൻട്രൽ, നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ്, ഇന്റഗ്രേറ്റഡ്, യൂണിയൻ ടെറിട്ടറി. 4 ഇതുകളുണ്ട്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ എന്താ SGSTയും CGSTയും IGSTയോ പറയുള്ളൂ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ, പിന്നെ ഡ്യുവൽ ആയിട്ടുള്ള IGSTയുടെയും കാര്യം പറയുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, എന്താ, നമുക്ക് യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്.
അപ്പൊ UT-GST ആ കാര്യം കൂടി ഓർത്ത് വെക്കണം. 4 രീതിയിലാണ് GST നിലവിലുള്ളത്. ഓക്കെ, GST കൗൺസിൽ വിവരിക്കാലോ അല്ലെ? നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, എല്ലാവരും കഥ കേട്ട മാതിരി കേട്ടിരിക്കുകയാണോ എന്നറിയില്ല. എനിവേ, ഇത് നിങ്ങൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ചോദ്യങ്ങൾ ചോദിക്കുകയാണോ ചെയ്യേണ്ടത്? ചോദിക്കേണ്ടതുണ്ടോ? 246A എന്താ പറയണേന്ന് ആരെങ്കിലും പറഞ്ഞു നോക്കി? പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? മൈൻഡിലേക്ക് കയറിയോ എന്നറിയാനാണ്. 246A നിങ്ങളുടെയൊക്കെ ഇതല്ലേ, അൺമ്യൂട്ട് അല്ലേ എല്ലാവരുടെയും? അതേലോ. ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നിങ്ങൾ പഠിച്ചു പോകും ഇതിനോടൊപ്പം തന്നെ. കാരണം നിങ്ങൾ ഇരിക്കുന്നത് ഓക്കെ പറയുന്നുണ്ട്. നൗസിയ പറഞ്ഞോളൂ. 246A എന്താണ് പറയുന്നത്? സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരും GST നിയമം നിർമ്മിക്കാനുള്ള ആർട്ടിക്കിൾ 246A. ഓക്കെ ഓക്കെ, അതാണ് ആ ആർട്ടിക്കിളില് പ്രതിപാദിക്കുന്നത്. ഇനി 269A ഒന്ന് പറഞ്ഞു നോക്കി ആരെങ്കിലും. ഇപ്പൊ ഇങ്ങനെ ഒരാൾ പറയുകയും കൂടി ചെയ്യുമ്പോ നിങ്ങൾക്ക് മറ്റുള്ളവർ ഓക്കെ പറഞ്ഞോളൂ. IGST കയറ്റുമതി ഇറക്കുമതി നികുതി ഓക്കെ ഓക്കെ, പൂർണ്ണ അധികാരം സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും. ഗവൺമെന്റിനാണ് ഉള്ളതെന്ന് അതില് പ്രതിപാദിക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് 279A എന്താ പറയുന്നത്? GST കൗൺസിലിംഗ് കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ആർട്ടിക്കിൾസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു അല്ലെ? ഇങ്ങനെ പോകുമ്പോ എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടി നല്ലതാണ്. കാരണം മറ്റുള്ളവർക്ക് കൂടി ശ്രദ്ധിച്ചിരിക്കാനും ചെയ്യാനും പറ്റും തോന്നുന്നു. ഇനി GST കൗൺസിലിനെ കുറിച്ച് പറയാം. GST കൗൺസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? 279A പ്രതിപാദിച്ചെന്ന് പറയുന്നത്. അപ്പൊ 2016 ഓഗസ്റ്റ് 12 നിലവിൽ വന്നു. നമ്മള് കുറച്ച് എന്താ പറയണേ, കുറച്ച് ഡേറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതെന്താ ഡേറ്റുകളിൽ പറഞ്ഞത്? നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടോ നോക്കട്ടെ. രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് ഒന്ന് പറയാമോ ആരെങ്കിലും? രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ്. ഓക്കെ ഓക്കെ, ഗുഡ്. പിന്നെ ലോക്സഭ പാസ്സാക്കിയത് GST, അതായത് GST ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയത് എന്ന് ഓഗസ്റ്റ് സെയിം ഇയർ തന്നെയാണ്. ഓഗസ്റ്റ് 8. GST പ്രസിഡന്റ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ. ഓക്കെ, അപ്പോ നമ്മളെ പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു 2017 ജൂലൈ 1 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ഇനി കൗൺസിലിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കുക. 279A പ്രകാരം 2016 സെപ്റ്റംബർ 12 നിലവിൽ വന്നു. സെപ്റ്റംബർ 12 നിലവിൽ വന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഡേറ്റുകൾ മാറിപ്പോകരുത് ഒരിക്കലും. 3, 8 പിന്നെന്താണ് ലാസ്റ്റ് വണ് പറഞ്ഞത്? സെപ്റ്റംബർ 8. പക്ഷെ ഇവിടെ എന്താണ് കൗൺസിൽ എന്ന് ചോദിക്കുമ്പോ എന്നാണ്? സെപ്റ്റംബർ 12. ഓക്കെ, അത് 2016 സെപ്റ്റംബർ 12 ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. GST കൗൺസിലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്ന് നോക്കാം. GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആരാണ്? GST കൗൺസിലറാണ്. അതായത് ആ ഒരു കൗൺസിലിലൂടെയാണ് നിയമങ്ങളെല്ലാം പാസ്സാക്കുന്നതും രൂപീകരിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ഇതെല്ലാം നടക്കുന്നത് അതിലാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് നികുതികൾ വീതം വെച്ച് നൽകുന്നതും ഇതിലൂടെയാണ്. ഇത്ര വീതം ഇപ്പൊ പറയില്ലേ നമ്മള് നേരത്തെ ഒരു മദ്യത്തിനൊന്നും നികുതി ഈടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലേ, വീണ്ടും ഈടാക്കിക്കോളാനുള്ള ഒരു ഓപ്ഷനിലേക്ക് നിലവിൽ വന്നു. അപ്പൊ അത്തരത്തിലിപ്പോ ഗവൺമെന്റ് എന്താ പറയണ കേരള സംസ്ഥാനങ്ങൾക്ക് വരുമാനമില്ലാതെയാവുമ്പോ ഇങ്ങനെ ഇവര് സ്ട്രഗിൾ ചെയ്ത് അവിടെ അവതരിപ്പിച്ച് അവസാനം റിപ്പോർട്ട് പാസ്സാക്കി നടപ്പാക്കും. അപ്പൊ അത് എവിടെയാണ് ഈ GSTയുടെ ഈ സംഭവങ്ങളെല്ലാം നടപ്പാക്കുന്നതെന്ന് നോക്കുമ്പോൾ GST കൗൺസിലാണ്. അത് നിലവിൽ വന്നത് എന്നാണ്? 2016 സെപ്റ്റംബർ 12 അതിന്റെ ലക്ഷ്യങ്ങളിൽ ഞാൻ ഓരോന്ന് എടുത്ത് പറയാം. എന്താണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്, GSTയിലെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടപ്പാക്കുന്നത് അതിലാണ്. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം വെച്ച് നൽകുന്നതും അതിലാണ്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? ധനകാര്യമന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. ഇപ്പോഴത്തെ അധ്യക്ഷൻ നിർമ്മല സീതാരാമൻ അല്ലതെ? കേന്ദ്ര സംസ്ഥാന കൗൺസിലിന്റെ അധ്യക്ഷൻ നിർമ്മല സീതാരാമൻ ആണ്. GSTയിലെ ആകെ ഡിജിറ്റുകളുടെ എണ്ണം, GSTയിലെ ആകെ, അതായത് ആ കൗൺസിലിലാണ് ഇതെല്ലാം തീരുമാനിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയ. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് ഒക്കെ അതിൽ വരുന്നത്. അപ്പൊ ആകെ ഡിജിറ്റുകളുടെ എണ്ണം പറയുന്നത് നമുക്കറിയാം. GST നമ്പർ, ഇപ്പൊ ടിൻ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ അല്ലെ വാറ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതേമാതിരി തന്നെ GST നമ്പർ ഉണ്ട്. അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്നാ പറയുന്നത്? 15 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അതില് ഡിജിറ്റുകൾക്ക് ഓരോ സെപ്പറേഷനും കൂടി കൊടുക്കുന്നുണ്ട്. അതിലെ കേരളത്തിലെ GST കോഡ് എന്ന് പറയുന്നത്, ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, 32 ആണ്, 32 ആണ് കേരളത്തിലെ GSTയുടെ കോഡ്. അതായത് ഈ 15 നമ്പറില് എന്താണ് 32 എന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് കണ്ടാൽ അറിയാം ഇതെന്താ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാലേ വെഹിക്കിളിലൊക്കെ ഉള്ള മാതിരി തന്നെ നമ്മളുടെ കേരളവുമായി ബന്ധപ്പെട്ട ഇത് ഏത് നമ്പറാണ്? 32. പുറത്ത് വെക്കാൻ എന്താ പറയുന്ന 3യും 2 പുറത്ത് വെച്ചേക്കാം. തമിഴ്നാടിന്റെ GST ആണ് 33. നമുക്ക് തൊട്ട് പുറകില് എന്താണ്? തമിഴ്നാടാണ്. ദെൻ GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരമാണ് അമിതാഭ് ബച്ചൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കറന്റ് അഫയേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽസ് വരും. നെക്സ്റ്റ് ടൈമിൽ ഞാൻ നോക്കാം. ഇപ്പോഴത്തെ കറന്റ് അഫയേഴ്സ്, അതായത് ഇപ്പോഴത്തെ ധനകാര്യ എന്താണ് GSTയുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പറയാം. GSTയുടെ നികുതി നിരക്കുകള് സ്ലാബ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാ സ്ലാബ്? നിലവിലുള്ള സ്ലാബ് എന്ന് പറഞ്ഞ് ആരെങ്കിലും? ഞാൻ പഠിപ്പിച്ചതായിരുന്നു. ആരെങ്കിലും പറയാമോ? ആരെങ്കിലും ആ സ്ലാബ് പറയാമോ? ഇപ്പൊ നിലവിലെ 4 സ്ലാബാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, 5, 12, 18, 28. ഗുഡ്. മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതാണുള്ളത്. എന്താ പറയാ, എടുത്തു കളഞ്ഞത് ഏതാണ്? എടുത്തു കളഞ്ഞ സ്ലാബ് ഏതായിരുന്നു? 0%, 5%, 0%, 3%. അതെ അതെ, നിലവില് 5 അത് വന്നിട്ടുണ്ട് അല്ലെ? 5 തുടങ്ങി വന്നു. ഉണ്ടായിരുന്ന 0%, 3യും എടുത്തു കളഞ്ഞു. ഇനി GSTയുടെ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് നമുക്ക് കണ്ടാൽ അറിയാം എത്രയാണോ? 28% ആണ്. അത് ഏത് തരത്തിലുള്ള വസ്തുക്കൾക്കായിരിക്കും കൂടുതലും? 28%. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ 28%. അപ്പൊ ഏത് വസ്തുക്കൾക്കായിരിക്കും? ആഡംബര വസ്തുക്കൾക്കാണ് അത് ഈടാക്കുന്നത്. ഇന്ത്യൻ ലോട്ടറിയുടെ GST എന്താണ്? 28% ആണ്. ലോട്ടറിയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് ആഡംബരം. ഓക്കെ, എന്താണ്? 28%. GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിരക്ക് ഞാൻ പറഞ്ഞു, 0%, 3%. GST കൗൺസിലിന്റെ ആസ്ഥാനം, ചോദിച്ചാൽ എന്തായിരിക്കും? ന്യൂഡൽഹിയാണ്. അപ്പോ നമ്മൾ GST കൗൺസിൽ നിലവിൽ വന്നത് എന്താന്നാ പറഞ്ഞത്? പറയേ, ഞങ്ങൾ പഠിച്ചു പോട്ടെ. 16 സെപ്റ്റംബർ 12. അത് ആരായിരിക്കും? കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും അതിലെ അധ്യക്ഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. പിന്നെ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ കോഡ് എന്താണ്? 32 ആണ്. തമിഴ്നാടിന്റെ കോഡ് 33 ആണ്. ഓക്കെ, പിന്നെ GSTയിലെ ആകെ നമ്പർ, ഓക്കെ, ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആകെ GSTയിലെ ആകെ ഡിജിറ്റുകളുടെ 15 ആണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ നോക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ നോക്കാം. ഇനി GST കൗൺസിലിലെ പ്രധാന അംഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, GST കൗൺസിലിലെ പ്രധാന അംഗങ്ങൾ അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു സംഘടന, ആ ഒരു കൗൺസില് വഴിയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കുറച്ച് അംഗങ്ങൾ ഉണ്ടാവും അല്ലെ? നമുക്കറിയാം ഏതെങ്കിലും ഇതുകളില് പ്രധാനപ്പെട്ട വ്യക്തികളെ കൂട്ടിച്ചേർന്നാണ് ആ ഒരു കൗൺസിൽ രൂപം കൊള്ളുന്നത്. അപ്പൊ അതിൽ പെടുന്ന ഇതെന്ന് പറയുന്നത് അധ്യക്ഷൻ ആരായിരിക്കും? എപ്പോഴും കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരിക്കും. കേന്ദ്ര ധനകാര്യ മന്ത്രി എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഈ കേന്ദ്ര റവന്യൂ ചുമതലയുള്ള മന്ത്രിമാരും അതിൽ പെടും. ദെൻ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രി, നമുക്കറിയാമല്ലോ ഓരോ സംസ്ഥാനങ്ങളിലും ധനകാര്യമന്ത്രി ഉണ്ടാവും, അവരും പെടും.
കേന്ദ്രത്തിന്റെ റവന്യൂ മന്ത്രി ഉണ്ടാവും. കേന്ദ്ര ഭരണ പ്രദേശങ്ങളില് ഇതേമാതിരി ധനകാര്യമായിട്ടുള്ള മന്ത്രിമാരെ എല്ലാവരും കൂടി എന്തിലുണ്ടാവും? കൗൺസിലുണ്ടാവും. അവരൊക്കെ കൂടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഓരോ സംസ്ഥാനത്തിൻ്റെതായ അഭിപ്രായങ്ങളും വോട്ടുകളും അവർ അതനുസരിച്ച് രേഖപ്പെടുത്തുള്ളൂ. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കാനും സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, കൗൺസിലിലെ മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഒപ്പം ഓരോ സംസ്ഥാനങ്ങളിലെയും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രികൾ, ടെറിട്ടോറിയൽ ഇതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും കേന്ദ്ര ധനകാര്യത്തെ ചുമതലയുള്ള മന്ത്രിമാരും അതില് കൗൺസിലുകളിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കാം. നിലവിലെ GST കൗൺസിലിന്റെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 33. നിലവിലുള്ള GST കൗൺസിലിന്റെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 33. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു അല്ലെ? നിങ്ങൾ GSTയുമായി ബന്ധപ്പെട്ട് കുറച്ച് അത്യാവശ്യം കുറച്ച് അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഇതിൽ കൂടുതൽ നമുക്ക് കുറച്ചും കൂടി കൈകാര്യം ചെയ്ത് വരാം. അതായത് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പഠിച്ചിട്ട് വരും. GSTയുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിപ്പിച്ചത് കൂടാതെ നിങ്ങളും കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി വരും. അപ്പൊ നമുക്കത് ഫുള്ള് ചെയ്ത് വെക്കാം. ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അതില് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി കുറച്ചും കൂടി ഞാനൊന്ന് നോക്കട്ടെ. അതായത് ഇതില് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒപ്പം തന്നെ കുറെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ആർട്ടിക്കിളിന്റെ കാര്യം, അതായത് നേരത്തെ പറഞ്ഞ ആർട്ടിക്കിളെ കൂടാതെ ഒരു 265 ഞാൻ പറഞ്ഞു. അതായത് നികുതികളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ? 265 എന്നുള്ള ആർട്ടിക്കിൾ. നമ്മൾ കൗൺസിലും കാര്യങ്ങളൊക്കെ കുറച്ച് ആർട്ടിക്കിൾസിനെ പറ്റി വേറെ പഠിച്ചു. പക്ഷെ ഇതിനിടയ്ക്ക് ഞാനൊരു ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? നികുതികളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ എന്താണ്? 265 ആർട്ടിക്കിൾ ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ എന്താ? ജോൺ മത്തായി കമ്മീഷൻ. നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ, അതെ, അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ട് അല്ലെ? നമുക്കറിയാം, എന്ത് കാര്യം തുടങ്ങണേക്ക് മുമ്പ് പഠിക്കും അല്ലെ? സ്റ്റഡി ചെയ്യും. അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ഒരു കമ്മീഷനാണ് എന്ത്? ജോൺ മത്തായി കമ്മീഷൻ. അത് നിലവിൽ വന്നത് 1954 ആണ്. 1954 ജോൺ മത്തായി കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി നികുതി നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത്, നികുതി നിയമം നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1962 ഏപ്രിൽ 1. നികുതി നിയമം നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 1962. അതായത് നികുതിയെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ GSTയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നികുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമായിരിക്കില്ലല്ലോ PSC ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുള്ളതാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നികുതി നിയമം നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. പിന്നെ നമ്മൾ പറഞ്ഞു നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷൻ ചോദിച്ചാൽ ജോൺ മത്തായി കമ്മീഷൻ 1954. ആർട്ടിക്കിൾ ചോദിച്ചാൽ നികുതി കൊടുക്കലെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ചോദിച്ചാൽ 262. അത് ചെറിയൊരു അറിവാണ്. പക്ഷെ ഇപ്പോഴത്തെ നൂതന ഇതിൽ ചോദിക്കുന്ന കാര്യമാണോന്ന് അറിയില്ല. പക്ഷെ റെയറായിട്ട് എങ്ങനെ ചോദിച്ചു പോയാൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ്. പിന്നെ എന്താ ഉള്ളത്? നികുതി പങ്കിടലിലെ ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ധനകാര്യ കമ്മീഷൻ. ശുപാർശകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ധനകാര്യ കമ്മീഷനാണ്. അപ്പൊ അത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പോയിന്റിൽ നോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എന്തെങ്കിലും? ഇനി ആർട്ടിക്കിൾ 246 നമ്മൾ പറഞ്ഞു. ആ ആർട്ടിക്കിൾ 246A എന്നൊക്കെ. അപ്പൊ അത് ഏത് ഭരണഘടനാ ഭേദഗതി? നമ്മൾ കുറെ അമെന്റ്മെന്റ്സ് വഴിയാണ് ഇത് ചെയ്യണേന്ന് പറഞ്ഞല്ലോ. അത് 101 ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് GSTയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 246A ഉണ്ടായത്. നമ്മൾ 246A കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു. പക്ഷെ അത് ഏത് അമെന്റ്മെന്റ് വഴിയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അത് ഏതാ? 101 ഭരണഘടനാ ഭേദഗതി. ഓക്കെ, നമ്മൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 101 ഭരണഘടനാ ഭേദഗതി.
അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 269A പ്രകാരം അന്തർ സംസ്ഥാന വാണിജ്യത്തിന്റെ നമ്മളത് പറഞ്ഞതാണ്. ഇനി നമ്മള് IGST എന്നുള്ള ആ ഒരു പദത്തിന് വേറൊരു രീതിയിലൊക്കെ ചോദിച്ചാൽ അന്തർ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യാതിരിക്കേണ്ട, അതും ഇത് സെയിം 269A പ്രകാരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും വരുമാന മാർഗം? പഞ്ചായത്തുകളുടെ ഒരു നികുതി വരുമാന മാർഗം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ പഞ്ചായത്തിൽ എന്ത് ടാക്സ് അടയ്ക്കുന്നത്? അതെ, ട്രാൻസ്പോർട്ട്, കെട്ടിട നികുതി അല്ലെ. ഭൂനികുതിയേക്കാൾ ഉപരി കെട്ടിട നികുതിയൊക്കെ അടയ്ക്കുന്നത് എവിടെയാണ്? പഞ്ചായത്തുകളിലാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെച്ചേക്കാം. പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് ചോദിച്ചാൽ കെട്ടിട നികുതിയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി വേറെന്താണ് നമ്മൾ കാണാനുള്ളത്? ഇതില് കുറെ, അതായത് GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. അത് ഒരുപാട് വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ PSCയിലെ GSTയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. PSCയില് കുറെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടൈം ഓവറായി. ഇപ്പോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പഠിപ്പിച്ച് അത്യാവശ്യം ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈമില് എങ്ങനെ നോക്കാം. കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ക്ലാസ് എടുക്കും. Yes.